എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഓർമ്മശക്തിയെ തന്നെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ കഴിവുള്ള ആളല്ല നിങ്ങൾ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലിസ്ഥലത്തെ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഇരയായിരിക്കാം. ജോലിസ്ഥലത്തെ ഗ്യാസ് ലൈറ്റിംഗ് എന്നത് ഒരാളുടെ ചിന്ത, ഓർമ്മ, കഴിവ് അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധം എന്നിവയെ സംശയിക്കുവാൻ ഇടയാക്കുന്ന ഒരു മാനസിക കൃത്രിമത്വത്തിൻ്റെ ഒരു രൂപമാണ്. ഇന്ന് ജോലിസ്ഥല ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ 10 പ്രധാന ലക്ഷണങ്ങളും അതിൽ നിന്നും മുക്തി നേടാനുള്ള ശാസ്ത്രീയമായി പിന്തുണയ്ക്കപ്പെടുന്ന, അതായത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാർഗങ്ങളും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, നിങ്ങളുടെ ഓർമ്മ തെറ്റാണ് എന്ന് നിരന്തരം നിങ്ങളോട് തന്നെ പറയുന്നൊരു സാഹചര്യം. ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഓർക്കുന്ന സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ ആവർത്തിച്ച് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു മാനേജർ മുമ്പ് നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്ന് പിന്നീട് നിഷേധിച്ചേക്കാം. അതിൻ്റെ പരിഹാരമാർഗം പ്രധാനപ്പെട്ട സംഭാഷണങ്ങളും തീരുമാനങ്ങളിലും ഇമെയിലിലൂടെയോ കുറിപ്പുകളിലൂടെയോ രേഖപ്പെടുത്തുക. ഈ രേഖകൾ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കുവാൻ സാധിക്കും. രണ്ടാമത്, നിങ്ങളെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ആൾ നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതാക്കി കാണിക്കുന്നു. അങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളൊരു വലിയ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയാലും ചിലർ അത് വലിയ കാര്യമല്ല എന്ന് പറയാം. ആർക്കും ഇത് ചെയ്യാമായിരുന്നു, നിന്റെ സംഭാവന അത്ര വലിയതൊന്നുമല്ല എന്നെല്ലാം അവർ പറയാം. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നു. ഇതിൻ്റെ പരിഹാരമാർഗം നിങ്ങളുടെ വിജയങ്ങളും ലഭിച്ച പ്രശംസകളും രേഖപ്പെടുത്തി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ കഴിവുകളുടെ തെളിവായി നിങ്ങൾക്ക് സഹായിക്കും. മൂന്നാമത്, പരസ്പര വിരുദ്ധമായ ഫീഡ്ബാക്കുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച നിങ്ങളെ പ്രശംസിക്കുകയും അടുത്ത ആഴ്ച അതേ കാര്യത്തിന് വിമർശിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. ഇതിൻ്റെ പരിഹാരമാർഗം എഴുത്തുപരമായും വ്യക്തവുമായ പ്രകടന മാനദണ്ഡങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നാലാമത്, സ്വന്തം കഴിവിനെ തന്നെ സംശയിക്കുവാൻ തുടങ്ങുന്നു. ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ആത്മവിശ്വാസക്കുറവ്. ഞാൻ ഈ ജോലിക്ക് യോഗ്യനല്ല, എനിക്ക് ഇവിടെ സ്ഥാനമില്ല എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങാം. ഇതിൻ്റെ പരിഹാരമാർഗമായി നിങ്ങളുടെ മുൻകാല വിജയങ്ങൾ ഓർത്തെടുക്കുക. വിശ്വസ്തരായ സഹപ്രവർത്തകരിൽ നിന്നും സത്യസന്ധമായ അഭിപ്രായങ്ങൾ തേടുക. അഞ്ചാമത്, പ്രധാന വിവരങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിർണായക വിവരങ്ങൾ നൽകാതിരിക്കുന്നത്. ശേഷം ആ പരാജയത്തിന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റെ പരിഹാരമാർഗം പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും എഴുതി വയ്ക്കുക, അതിൽ സ്ഥിരീകരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഉടൻ ചോദിച്ച് വ്യക്തത നേടുക. ആറാമത്തതായി, ചില വ്യക്തികളുമായി ഇടപഴകുന്നതിന് മുമ്പ് തന്നെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. ഒരു പ്രത്യേക സഹപ്രവർത്തകനെയോ മേലധികാരിയെയോ കാണുന്നതിന് മുമ്പ് തന്നെ സമ്മർദ്ദവും ഭയവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു മുന്നറിയിപ്പായിരിക്കാം. അതിൻ്റെ പരിഹാരമാർഗം ഒറ്റപ്പെട്ട സംഭവങ്ങളേക്കാൾ ആവർത്തിക്കുന്ന മാതൃകകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ പലപ്പോഴും സത്യം സൂചിപ്പിക്കാം, പക്ഷേ ചിന്തകൾ പലപ്പോഴും തെറ്റായിരിക്കാം. ഏഴാമത്, മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുന്നു. ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പലരും പ്രതികാരത്തെ ഭയന്ന് നിങ്ങളുടെ അവസ്ഥ അവർ കാണുന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുക. അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയാമെങ്കിലും തുറന്നു പറയില്ല. പരിഹാരമാർഗം, മെൻ്റലും വിശ്വസ്തരുമായ സഹപ്രവർത്തകർ അടങ്ങുന്ന ഒരു പിന്തുണാ ശൃംഖല, ബാക്കപ്പ് ശൃംഖല സൃഷ്ടിക്കുക. എട്ടാമത്, അമിതമായി നിങ്ങൾ ക്ഷമ ചോദിക്കാൻ തുടങ്ങുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിരന്തരം സോറി പറയാൻ തുടങ്ങുന്നത് ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. പരിഹാരമാർഗം, ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ തെറ്റാണോ ചെയ്തത്, അതല്ലെങ്കിൽ ഭയമാണോ എന്നെ ഇങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒമ്പതാമത്, മാനസികവും ശാരീരികവുമായ ആരോഗ്യം തകരാൻ തുടങ്ങുന്നു. ദീർഘകാല ഗ്യാസ് ലൈറ്റിംഗ് ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ബേൺ ഔട്ട്, വിഷാദം, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം.
പരിഹാരമാർഗമായി നല്ല ഉറക്കം, വ്യായാമം, മെഡിറ്റേഷൻ, മാനസികാരോഗ്യ പിന്തുണ എന്നിവയ്ക്ക് മുൻഗണന നൽകുക. 10, കൃത്രിമത്വത്തെ അല്ല, തെളിവുകളെ വിശ്വസിക്കുക. ഗ്യാസ് ലൈറ്റിംഗ് പ്രവർത്തിക്കുന്നത് നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി മാറ്റുന്നതിലൂടെയാണ്. മുക്തി തരാനുള്ള ആദ്യപടി യാഥാർത്ഥ്യവുമായി വീണ്ടും ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇതിൻ്റെ പരിഹാരമാർഗമായി തെളിവുകൾ ശേഖരിക്കുക, വിശ്വസ്തരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുക, മെൻറ്റേഴ്സിനെ കൂടെ കൂട്ടുക, ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക. ജോലിസ്ഥലത്തെ ഗ്യാസ് ലൈറ്റിങ്ങിനെ കാണുവാൻ കഴിയാത്ത കരിയർ നശിപ്പിക്കുന്ന വില്ലൻ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. ഇതാദ്യം ആത്മവിശ്വാസത്തെ നശിപ്പിക്കുകയും പിന്നീട് കരിയറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ നല്ല വാർത്ത എന്താണെന്നാൽ അവബോധമാണ്, അറിവാണ് അതിൽ നിന്നും മുക്തി നേടാനുള്ള ആദ്യ ചുവട്. മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തെ രേഖപ്പെടുത്തുകയും തെളിവുകളെ വിശ്വസിക്കുകയും പിന്തുണ തേടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിനെയും മാനസികാരോഗ്യത്തെയും നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും. ഓർമ്മിക്കുക, ഒരു ജോലി നിലനിർത്താൻ നിങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്തെ സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ നേട്ടങ്ങൾ വിലപ്പെട്ടതാണ്. മറ്റൊരാളുടെ കൃത്രിമത്വം നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. ഈ പോഡ്കാസ്റ്റ് ഇത്രയും നേരം ശ്രവിച്ചതിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Generate by AI.